നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സത്യൻ. അവനുള്ളതുകൊണ്ടാ ഇന്നും എന്റെ മകള് ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ നീ ഇവിടെ വന്ന് നിൽക്കുന്നതും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ മനസ്സുണ്ടായതും സത്യന്റെ നന്മ കൊണ്ട് മാത്രമാ. അറിയാം, സ്വന്തം ജീവിതം എനിക്ക് ദാനമായി തന്നവനാ സത്യൻ. അതുപോലും കരുതലോടെ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗതികേടുകൊണ്ടാ പലപ്പോഴും ഞാനല്ലാതായി പോയത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞാൻ ആർക്കൊരു തടസ്സമില്ല. ഈ നാട്ടിൽ നിന്ന് പോവാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട്. കോടതി ഡിവേഴ്സ് തരുന്ന ദിവസം ഞാൻ പോയിരിക്കും. ഇത് വെച്ചു. കുറച്ച് പണമാ. കാനഡയ്ക്ക് പോകുമ്പോ ആവശ്യമുള്ളത് ചോദിച്ചാ അതും തരാം. അയ്യോ സാർ, വേണ്ട, ഒന്നും വേണ്ട. ജീവിച്ചു പോകാനുള്ള വരുമാനം ഹോട്ടൽ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിദേശത്ത് പോകാൻ യോഗമുണ്ടെങ്കിൽ അതും എങ്ങനെയെങ്കിലും നടക്കും. പണത്തിന് ആവശ്യമുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഭാര്യയൊക്കെ ഉള്ളപ്പോ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ. കൈ പണയിരിക്കുന്നൊരു ഭാര. ഞാൻ ചെയ്ത തെറ്റിന് എനിക്കിതുവരെ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഈ അവസരം നിങ്ങൾ എനിക്ക് വേണ്ടി തന്നാ മതി. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണം. നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലേ എന്റെ അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് എന്ത് പക്ഷെ സാറേ? സാറ് വിചാരിച്ച പ്രശ്നങ്ങളെല്ലാം തീരും. സാറ് മാഷിനോടൊന്ന് സംസാരിക്ക്. മാഷിന് നഷ്ടം വരാത്ത രീതിയിൽ സച്ചി സാറ് ആ വീടങ്ങ് വാങ്ങും. അത് ശരിയാ സാറേ. ഇപ്പൊ എനിക്കൊരു വീട് വേണ്ടിയിട്ടല്ല, മാഷിനെ ഒന്ന് സഹായിക്കണം. അതിന് പണം വേണമെങ്കിൽ പണമായി സഹായിക്കാം. ഇനിയിപ്പോ എന്നോട് പണം വാങ്ങാൻ മാഷിന് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ. സാറിങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് മാഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ അത് വേണ്ട. തൽക്കാലം ആരാ വാങ്ങുന്നതെന്ന് മാഷ് അറിയാതെ രജിസ്ട്രേഷൻ നടത്താം. ഏയ്, അത് നടക്കില്ല. അണ്ണൻ അറിയാത്ത ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല. ഇപ്പൊ തന്നെ രഘു ചെയ്യില്ല കാര്യം ഞാൻ പറയാത്തത് വലിയ പ്രശ്നമായി. ഇനിയിപ്പോ അത് വീണ്ടും ആവർത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഗോകുലാണ് തെറ്റ് ചെയ്തെന്നുള്ള തെറ്റിദ്ധാരണയാണ് മാഷിനെ എന്റെ സഹായം സ്വീകരിക്കാൻ സമ്മതിക്കാത്തത്. പക്ഷേ ഗോകുൽ അത് ചെയ്തിട്ടില്ല. ആ വിവരമൊന്നും മാഷിനെ പറഞ്ഞ് മനസ്സിലാക്കിയ എന്റെ സഹായം മാഷ് സ്വീകരിക്കും. പക്ഷേ എടുത്തു ചാടി നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും മനസ്സിൽ അത്ര ആഴത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. അതുണങ്ങാൻ അതിൻ്റെതായ സമയം എടുക്കില്ലേ? അതൊക്കെ ശരിയാ സാറേ. പക്ഷേ രഘുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ? എന്നും ആ പാവത്തിനെ ജയിലിടാൻ പറ്റില്ലല്ലോ. അതെ, അത് ശരിയാ. ഒരു തെറ്റും ചെയ്യാതെ എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന അനന്തമാഷും കുടുംബവും കിടപ്പാടമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങാൻ പാടില്ല. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. ഏതായാലും അണ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം. എന്തായാലും അണ്ണനെ സഹായിക്കാൻ ശശി കാണിക്കുന്ന ഈ നല്ല മനസ്സ് ഞാൻ കാണുന്നുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ നടക്കുമെന്ന് വിശ്വസിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് സാധിക്കൂ.
ഇതിപ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. സാറ് ഏതായാലും ഒന്ന് ആലോചിക്ക്, അല്ലേ ശശി സാറേ? സത്യനെതിരെ വന്നില്ലേ? വന്നല്ലോ, സത്യനകത്തുണ്ട്. എന്താ ഇന്ദ്ര, എന്താ നിനക്കൊരു ദേഷ്യം പോലെ? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം അത് അവനാ. ഞാൻ അവിടെ ചെന്ന് കാണട്ടെ. എന്റെ ഭഗവാനെ, ഇവൻ എന്തിനുള്ള പുറപ്പാടാണോ? ഓ, ചേട്ടനും അനിയനും തമ്മിൽ തല്ലുന്ന എനിക്ക് കാണേണ്ടി വരും. ആ! എന്താ ഏട്ടാ? ഓ, നിനക്കൊന്നും അറിയില്ല അല്ലേ? ഏട്ടന് എന്താ പറ്റിയേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ആ, നിനക്ക് അറിയില്ലെങ്കിൽ പറയാം. എടാ, കടയിൽ ഒരു ആവശ്യം വന്നപ്പോ മറിക്കാൻ നിന്റെ കയ്യിൽ കാശില്ല. ആ അതെ, ഇല്ലാത്തോണ്ടല്ലേ. ഓഹോ, അപ്പോ ചീരുവിന്റെ കടം വിട്ടാ നിനക്ക് എങ്ങനെ പണം ഉണ്ടായത്? അത് ഞാൻ... എടാ, നീ എന്ത് ഭാവിച്ച ഓരോന്ന് കാണിക്കാൻ നടക്കുന്നേ? ഇപ്പുറത്തെ ഭാഗത്ത് മനീഷയെ സഹായിക്കാൻ നടക്കുന്നു, വേറൊരു സൈഡിൽ ചിലങ്ക. എടാ, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? എന്തർത്ഥം? ഒരാവശ്യം വന്നപ്പോ സഹായിക്കുന്നു, അതിനെന്താ? ഓഹോ, അങ്ങനെ സഹായിക്കാൻ നിനക്ക് പണം എവിടെ നിന്ന് കിട്ടിയേ? ഈ വീട്ടിലൊരു ആവശ്യം വന്നപ്പോ നിനക്കുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു? കടയിൽ ടൈറ്റ് വന്നതേ സോനയുടെ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് എടുത്തോണ്ടാ. ലോകത്തുള്ള സകല പെണ്ണുകളുടെയും കാര്യം തിരക്കി നടക്കുന്ന നിനക്ക് സ്വന്തം പെങ്ങളെ കുറിച്ച് എന്താ ചിന്തിക്കാൻ പറ്റാതെ പോയത്? ദേ ഏട്ടൻ വെറുതെ അനാവശ്യം പറയരുത്. എന്താണ് അനാവശ്യം? ഞാൻ പറയുന്നതോ അതോ നീ ചെയ്യുന്നതോ? എന്താ മക്കളെ ഇത്? നിങ്ങൾ കൂടപ്പറപ്പുകളാ. പരസ്പരം പോരടിക്കുമ്പോ അത് മറക്കരുത്. ഏട്ടൻ പറയുന്നത് ഭാനുമ കേട്ടില്ലേ? ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഓ, അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? എടാ, നിനക്കിപ്പോ ആരെയാ വേണ്ടത്? മനീഷയോ അതോ ചിലങ്കയോ? അതോ രണ്ടുപേരും വേണോ? അതാണോ നീ നാണം കെട്ടിങ്ങനെ പുറകെ നടക്കുന്നേ? ദേ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലേ സ്ഥാനം ഞാനങ്ങ് മറക്കും. എന്താടാ, നീ എന്നെ തല്ലോ? തല്ലടാ നീ. അരുത് മക്കളെ, അരുത്. തല്ലേണ്ടി വന്നാൽ ചിലപ്പോ ഞാനത് ചെയ്തു വരും. ഏട്ടനായ ഏട്ടന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ പ്രായത്തിന് മൂപ്പുണ്ടെന്ന് കരുതി വായി തോന്നുന്നു വിളിച്ചു പറയരുത്. എടാ, നിനക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് പറയുകയും ചെയ്യാം. എടാ, അരുത് ഇന്ദ്ര, നിന്റെ അനിയനാവൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഇവൻ ചെയ്യുന്ന എല്ലാ പോക്കരത്തരത്തിനും ഞാൻ മിണ്ടാതെ നിൽക്കണോ? ദേ, ഇവൻ കാരണം പലയിടത്തും ഞാൻ തല കുനിച്ച് നിൽക്കുക, അതറിയോ? എന്താടാ, ദേ, ഇവന് വേണ്ടി ഞാൻ വിനയന്റെ മുമ്പിൽ തല കുനിച്ച് നിന്നില്ലേ? എന്താ സത്യം ഇത്? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ മനസാക്ഷി... ആ അമ്മേ, നീ വേഗം കോടതിയുടെ അടുത്തേക്ക് വരണേ. ആ വക്കീല് സുന്ദരനെ കൂട്ടി വരുമ്പോ നീ കൂടെ വേണം. ഞാൻ വരണോ അമ്മേ? ഹാ, അതെന്താ ഇന്ദിര, നീ ഇല്ലാതെ എങ്ങനെയാ? ഞങ്ങള് പെണ്ണുങ്ങൾ അയാളോട് എന്തു പറയാനാ? ഞാൻ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുക. അമ്മ ചോദിക്ക്. നിനക്കെന്തു പറ്റി? അതൊന്നുമില്ല, അതൊക്കെ പിന്നെ പറയാം. ഇന്ദിര, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ടാ ഇന്നെങ്കിലും അയാളെ കാണാൻ പറ്റുന്നത്. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് വന്നേക്കാം. ശരി, നീ വൈകരുത് കേട്ടോ. ആ.